മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ബസ് ജീവനക്കാരായ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് സഹിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണല്ലോ, ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും. അവർ ഒരുപാട് നമ്മുടെയൊക്കെ വായിരിക്കണൊക്കെ അവർ കേൾക്കേണ്ടിയും വരും അല്ലേ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ, ഇറങ്ങാൻ ബെല്ലടിച്ചില്ലെങ്കിൽ, എന്തെല്ലാം ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. അവരെയൊക്കെ ഒന്ന് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ ഈശോയുടെ വചനം പറയാണ്, നീ എന്നെ വിളിക്കുക. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, നീ ചിന്തിച്ചാൽ നിനക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നീ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരാൻ കഴിവും സർവശക്തനുമായ ദൈവമാണ് നിനക്ക് തരുന്നത്. ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ കാര്യം ഈ ജെറമ്യാ 33:3 പറയുന്ന വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കൂടുതൽ ജ്ഞാനവും വിവേകവും അറിവും ബുദ്ധിയൊക്കെ എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.